കൂട്ടുകാരെ നമസ്കാരം. സസ്യങ്ങളുടെ അത്ഭുതലോകം വിവരിക്കുന്ന ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തുടങ്ങാമല്ലേ? ഈ രേഖാചിത്രം നോക്കൂ. വേരുകൾ മുതൽ സസ്യസംരക്ഷണം വരെയുള്ള എല്ലാ രഹസ്യങ്ങളും ഈ ഒറ്റ ചിത്രത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആദ്യം അടിസ്ഥാന ഭാഗങ്ങൾ നോക്കാം. വേരുകളും പിന്നെ വ്യത്യസ്ത ആകൃതിയും നിറവും മണവുമുള്ള ഇലകളും എല്ലാ ചെടികൾക്കുമുണ്ട്. ഏറ്റവും കൗതുകകരമായത് പൂക്കളുടെ വൈവിധ്യമാണ്. അവയുടെ വലിപ്പം, മണം, നിറം, ഇതളുകളുടെ എണ്ണം ഇവയെല്ലാം എത്ര വ്യത്യസ്തമാണെന്ന് നോക്കൂ. പൂക്കൾ ഭംഗിക്ക് മാത്രമല്ല കേട്ടോ, അവ മധുരമുള്ള തേൻ തരുന്നു, അലങ്കാരമാകുന്നു, പുതിയ ചെടികളുണ്ടാകാനും സഹായിക്കുന്നു. ഇനി തണ്ടുകളുടെ കാര്യം. ഒരു സസ്യത്തിന്റെ വലുപ്പവും കാഠിന്യവും ആയുസ്സും തീരുമാനിക്കുന്നത് ഈ തണ്ടുകളാണെന്നതാണ് സത്യം. തണ്ടുകളുടെ വ്യത്യാസമനുസരിച്ചാണ് ചെടികളെ ചെറിയ ഔഷധികൾ, കുറ്റിച്ചെടികൾ, വലിയ മരങ്ങൾ എന്നിങ്ങനെ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നത്. ഇതുമാത്രമല്ല, വേറെയുമുണ്ട് പ്രത്യേകതരം സസ്യങ്ങൾ. പടർന്നു കയറുന്ന വള്ളിച്ചെടികളും അതുപോലെ വെള്ളത്തിൽ വളരുന്ന മനോഹരമായ ജലസസ്യങ്ങളും. ഇനി സസ്യങ്ങളുടെ ഗുണങ്ങൾ നോക്കാം. നമുക്ക് ആവശ്യമായ ആഹാരം, തണൽ, ശ്വസിക്കാൻ ശുദ്ധവായു, മൃഗങ്ങൾക്ക് വാസസ്ഥലം ഒക്കെ നൽകുന്നത് സസ്യങ്ങളാണ്. കൂടാതെ ആവശ്യത്തിന് വിറകും നൽകുന്നുണ്ട്. ഈ ഭൂമിയിലെ മനോഹരമായ പച്ചപ്പ് നിലനിർത്തുന്നത് തന്നെ ഈ സസ്യങ്ങളാണെന്ന് പറയാം. അപ്പോൾ ഇവയെ എങ്ങനെ സംരക്ഷിക്കും? വളരെ എളുപ്പമാണ്. നശിപ്പിക്കാതിരിക്കുക, കൃത്യമായി നനയ്ക്കുക, ആവശ്യത്തിന് വളം നൽകുക. സംരക്ഷണത്തിന്റെ ആദ്യ പടി ഒരു പുതിയ ചെടി നടുക എന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഏത് ചെടിയാണ് നടാൻ പോകുന്നത്?